ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു തായ് ഡ്രാമയാണ്. ഡ്രാമയുടെ പേര് യു ആർ മീ. രണ്ട് എക്സ്ട്രീം ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഉള്ള ഐഡൻറ്റിക്കൽ ട്വിൻ സിസ്റ്റേഴ്സിൻ്റെ സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത്. ഒരാൾ വളരെ സ്മാർട്ടാണെങ്കിൽ മറ്റേയാൾ വളരെ പാവം. സോ ഇവരുടെ ലൈഫിലുള്ള റിവഞ്ചും റൊമാൻസും കോമഡി എല്ലാം ആണ് ഈ ഡ്രാമയിലെ സ്റ്റോറി. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇതിലെ ഹീറോയിനായ സീനയാണ് കാണിക്കുന്നത്. വളരെ ആറ്റിറ്റ്യൂഡിൽ ഒരു പെയിന്റിംഗ് എക്സിബിഷനിലേക്കാണ് അവൾ വരുന്നത്. അവളുടെ കണ്ണിൽ ക്യാമറാസ് പോലെ എന്തോ ലെൻസ് ഉണ്ട്. എല്ലാവരെയും അവൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ആരും കാണാതെ അവിടെ എല്ലാം അവൾ ബോംബ് വെക്കുന്നുണ്ട്. അവൾ പോയി പലരോടും സംസാരിക്കുന്നു. പക്ഷെ ഇവരാരും ഇവളെ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. കാരണം സീന അത്രയും ബ്യൂട്ടിഫുൾ ആണ്. അവരുടെ എല്ലാവരുടെയും ശ്രദ്ധ സീനയുടെ ഈ സൗന്ദര്യത്തിലായിരുന്നു. സൈഡിൽ കൂടെ അവൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇവരാരും അറിയുന്നില്ല. ലാസ്റ്റ് സീന അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. അവൾ ആ റൂം ബ്ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗാർഡ്സ് അവളുടെ പിറകെ കൂടുന്നു. അവളെ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ബ്ലാസ്റ്റ് നീയല്ല ചെയ്തത്, ഞങ്ങൾ നിന്നെ വെറുതെ വിടില്ലെന്ന് ഗാർഡ്സ് അവളോട് പറയുന്നു. എന്നെ പിടിക്കുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ലെന്ന് പറഞ്ഞ് സീന ആ ഗാർഡ്സിനോട് എല്ലാവരോടും ഫൈറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൾ വരുന്നത് ഒരു ബിൽഡിങ്ങിന്റെ എൻഡ് പോർഷനിലേക്കാണ്. ഇനി എങ്ങനെ രക്ഷപ്പെടും? പിറകെയാണെങ്കിൽ ആ ഗാർഡ്സും ഉണ്ട്. സോ അപ്പോൾ അവളൊരു കാര്യം ചെയ്യുന്നു. അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു എക്യുപ്മെന്റ് വെച്ച് രണ്ട് ബിൽഡിംഗ് കണക്ട് ചെയ്യുന്നു. ഒരു പേടിയും ഇല്ലാതെ വളരെ കൂളായിട്ട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്റ്റണ്ട് അവൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരൊക്കെയോ ക്ലാപ്പ് ചെയ്യുന്നു. സത്യത്തിൽ ഇതെല്ലാം ഷൂട്ടിംഗ് ആയിരുന്നു. നീ വളരെ നന്നായിട്ട് ചെയ്തു എന്ന് ഡയറക്ടർ സീനയോട് പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ കാർ റേസിംഗിന്റെ ഒരു ഇവന്റാണ് കാണിക്കുന്നത്. ഒരുപാട് ആളുകൾ ഈ കാർ റേസിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഓഫ് കോഴ്സ് നമ്മുടെ ഡ്രാമയുടെ ഹീറോയും ഈ കൂട്ടത്തിലുണ്ട്. ഹീറോയുടെ പേരാണ് തീ. റേസിംഗ് കഴിഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ്റെ അടുത്തേക്ക് ഒരു ഗേള് വരുന്നു. ഇവളുടെ പേരാണ് ദാരിക. തീയെ സംബന്ധിച്ച് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പക്ഷെ ദാരികയ്ക്ക് തീയെ ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് നേരമായി നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കായിരുന്നു. നിന്റെ വീട്ടിൽ നിന്ന് ഒരുപാട് കോള് വന്നു. സംസാരിക്കാൻ പറഞ്ഞ് ദാരിക ഫോൺ അവൻ്റെ കയ്യിൽ കൊടുക്കുന്നു. പക്ഷേ അവൻ ആ ഫോണിൽ നിന്ന് കേൾക്കുന്ന ന്യൂസ് കേട്ട് അവൻ ഒരുപാട് ഷോക്കാകുന്നുണ്ട്. തീക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള അവൻ്റെ ബ്രദർ മരിച്ചു പോയെന്നാണ് അവൻ അറിയുന്നത്. ഇതെല്ലാം കേട്ട് അവൻ ഒരുപാട് സാഡ് ആകുന്നുണ്ട്. അതേസമയം ഇവിടെ തീയുടെ ബ്രദറായ പോപ്പിൻ്റെ ഡെഡ് ബോഡിയാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വൈഫ് വന്ന് ബോഡി ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ജീവനില്ലാതെ കിടക്കുന്ന തൻ്റെ ഹസ്ബൻഡിനെ കണ്ട് ആ വൈഫ് ഒരുപാട് കരയുന്നുണ്ട്. ഇനി ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. പോപ്പിൻ്റെ വൈഫായ ന്യൂട്ട് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഓഫീസിലേക്ക് വരികയാണ്. ഈ മീറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതുകൊണ്ട് പോപ്പും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. പക്ഷെ അദ്ദേഹം ഡ്രൈവിലായിരുന്നു. അതുകൊണ്ട് വീഡിയോ കോള് വഴിയാണ് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. പോപ്പ് എല്ലാവരോടും സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് എല്ലാവരുമായി ഷെയർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ പോപ്പുമായി ബിസിനസ് ചെയ്യാൻ ആ വന്ന ആളുകൾ കൺവിൻസ് ആകുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പെട്ടെന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു ട്രക്ക് വരുന്നു. എന്നിട്ട് പോപ്പ് വരുന്ന ഈ കാറിൽ ഇടിക്കുന്നുണ്ട്. കാറിലുണ്ടായിരുന്ന എല്ലാവരും മരിക്കുന്നു. നെക്സ്റ്റ് സീനിൽ പോപ്പിൻ്റെ ഫ്യൂണറലാണ് കാണിക്കുന്നത്. എല്ലാവരും ഒരുപാട് സാഡായിരുന്നു. തൻ്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ തീയും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പോപ്പിൻ്റെ മദറാകട്ടെ നന്നായി കരയുന്നു. എല്ലാം ഓക്കെ ആയിരുന്നു, നന്നായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എൻ്റെ ഫാമിലിയിൽ എന്ത് സംഭവിച്ചു, എൻ്റെ മകൻ എങ്ങനെ മരിച്ചു എന്നൊക്കെ ചോദിച്ച് ആ അമ്മ ഒരുപാട് കരയുന്നുണ്ട്. പോപ്പിൻ്റെ സിസ്റ്ററും ഫാമിലിയും വൈഫും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അതേസമയം ഒരു പേഴ്സണെയാണ് കാണിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേര് ക്രിട്ട് എന്നാണ്. ഇദ്ദേഹവും ആരുടെ ആശസ് സീൽ ഒഴുക്കാണ്. പോപ്പ് സഞ്ചരിച്ചിരുന്ന ആ കാറിൽ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ലോയറും ഉണ്ടായിരുന്നു. ആ ലോയർ ക്രിട്ടിൻ്റെ ഫാദറാണ്. ഫാദറിൻ്റെ കൂടെ കുട്ടിക്കാലം മുതൽ സ്പെൻഡ് ചെയ്ത ആ നല്ല മെമ്മറീസ് എല്ലാം ക്രിട്ട് ഓർക്കുന്നു. അവൻ ഒരുപാട് സാഡ് ആകുന്നുണ്ട്. എന്നും തൻ്റെ ഫാദർ തന്നെ സപ്പോർട്ട് ചെയ്തിരുന്നെല്ലാം അവൻ ഓർക്കുന്നു. ഫാദറിൻ്റെ മരണശേഷം തൻ്റെ ഫാദറിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ക്രിട്ട് ഏറ്റെടുക്കുന്നു. സോ അതുകൊണ്ട് പോപ്പിൻ്റെ പേഴ്സണൽ ലോയർ ആയിരുന്നല്ലോ ക്രിട്ടിൻ്റെ ഫാദർ. സോ പോപ്പ് മരിച്ച ശേഷം അവൻ പോപ്പിൻ്റെ വീട്ടിലേക്ക് വരുന്നു. പോപ്പിൻ്റെ വില്ല് വായിക്കാനായി. പ്രോപ്പർട്ടീസ് എല്ലാം പോപ്പ് എങ്ങനെ ഡിവൈഡ് ചെയ്തെന്നും ഓരോരുത്തർക്കും എന്തെല്ലാം കൊടുത്തെന്നും അറിയാനായിട്ട് എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. ഇവിടെ ക്രിട്ട് പോപ്പിൻ്റെ വില്ല് വായിക്കുന്നു. പോപ്പിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസിൻ്റെയും
50%-ൻ്റെ ഹാഫ് അദ്ദേഹത്തിൻ്റെ മദറിനും തീക്കുമായിട്ട് ഈക്വലി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ആ 50%-ൻ്റെ 25% വീതം തീക്കും മദറിന് കൊടുത്തിരിക്കുകയാണ്. ഇത് കേട്ട് എല്ലാവരും ഷോക്കാകുന്നുണ്ട്. കാരണം പോപ്പിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ ഹാഫ് പോർഷനെ കുറിച്ച് മാത്രമേ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഹാഫ് പോർഷൻ ആർക്കാണ് പോപ്പ് കൊടുത്തിരിക്കുന്നതെന്ന് അവർക്കറിയില്ല. തനിക്ക് ഈ പ്രോപ്പർട്ടീസിൽ ഒരു അവകാശവും ഇല്ലെന്ന് തീ പറയുന്നുണ്ടെങ്കിലും പോപ്പിൻ്റെ ആഗ്രഹമാണെന്നും നീ ആക്സെപ്റ്റ് ചെയ്യണമെന്നും മദർ അവനോട് പറയുന്നുണ്ട്. കാരണം തീ പോപ്പിൻ്റെ റിയൽ ബ്രദർ അല്ല, അവരുടെ ഫാമിലി റിലേറ്റീവാണ്. പക്ഷേ പോപ്പ് തീയെ സ്വന്തം ബ്രദറിനെ പോലെയാണ് കണ്ടിരുന്നത്. അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു തീ തിരിച്ച് പോപ്പിനെ. പോപ്പിൻ്റെ പേരിലുണ്ടായിരുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ കമ്പനിയിൽ വലിയ കാര്യമായിട്ട് ഷെയറൊന്നും കൊടുക്കുന്നില്ല. ക്രിട്ട് പോപ്പിൻ്റെ വില്ലിൻ്റെ ബാക്കി വായിക്കുന്നു. പോപ്പിൻ്റെ പേരിലുണ്ടായിരുന്ന ബാക്കി 50% ഷെയർ അദ്ദേഹം കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫിനും മകനുമാണ്. വൈഫിൻ്റെ പേര് സിരിയ. ഇത് കേട്ട് എല്ലാവരും ഷോക്കാവുന്നുണ്ട്. തങ്ങളറിയാതെ പോപ്പിന് ഒരു വൈഫുണ്ട്, കൂടാതെ ഒരു മകനുണ്ടെന്നറിഞ്ഞ്. ഇതെല്ലാം കേട്ട് നുട്ട് ഒരുപാട് ഷോക്കാകുന്നു, സാഡും ആകുന്നുണ്ട്. തനിക്ക് വേണ്ടി തൻ്റെ ഹസ്ബൻഡ് ഒന്നും മാറ്റിവെച്ചിട്ടില്ല, അവളുടെ പേരിൽ ഒന്നും കൊടുത്തിട്ടുമില്ല. അതുമാത്രവുമല്ല, താൻ അറിയാതെ ഒരു വൈഫും കുട്ടിയുണ്ടെന്നറിഞ്ഞ് നുട്ട് ഒരുപാട് സാഡാകുന്നുണ്ട്. ഇതെല്ലാം കേട്ട് എല്ലാവരും ഡിസ്റ്റർബായിരിക്കുകയാണ്. അപ്പോൾ ക്രിട്ട്, പോപ്പിൻ്റെ വില്ലിൽ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയ ഈ ഷെയർ വെറുതെ കിട്ടില്ല. ഇത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യണം. ആ കണ്ടീഷൻ എന്ന് പറയുന്നത് പോപ്പിൻ്റെ വൈഫായ സിരിയെ തീ മാരി ചെയ്യണം. ഈ മാരേജ് രജിസ്റ്റർ ചെയ്ത് അറ്റ്ലീസ്റ്റ് 1 വർഷത്തേക്കെങ്കിലും ഇവർ ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല. ഈ മാരേജ് കണ്ടിന്യൂ ചെയ്യണം. നിങ്ങൾ ഈ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കാർക്കും ഈ പ്രോപ്പർട്ടീസ് ഒന്നും കിട്ടില്ല. ഇതെല്ലാം ചാരിറ്റിക്ക് പോകുമെന്ന് ക്രിട്ട് പറയുന്നു. എല്ലാവരും ഷോക്കാകുന്നുണ്ട്. തീയുടെ ഈ മാരേജിലാണ് അവരുടെ എല്ലാവരുടെയും പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതെല്ലാം കേട്ട് ദാരിയയ്ക്കും ദേഷ്യം വരുന്നു. തീയും നല്ല ദേഷ്യത്തിലായിരുന്നു. അവൻ അവിടുന്ന് പോകുന്നുണ്ട്. റൂമിൽ വന്ന് അവൻ ഒരുപാട് ഫ്രസ്ട്രേറ്റ് ആകുന്നു. എൻ്റെ ബ്രദറിന് ഒരു വൈഫും കുട്ടിയുണ്ട്. ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു. മാത്രവുമല്ല, എൻ്റെ ലൈഫിൻ്റെ ഇത്രയും വലിയ ഡിസിഷൻ പോപ്പ് എടുത്തു. എന്നിട്ട് എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് തീ ഒരുപാട് ദേഷ്യത്തിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ അവൻ്റെ ഫോണിൽ ഒരു മെയിൽ വരുന്നുണ്ട്. ഇത് പോപ്പിൻ്റേതായിരുന്നു. തീ ആ മെസ്സേജ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇത് തീക്ക് വേണ്ടി പോപ്പിൻ്റെ ഒരു വീഡിയോ മെസ്സേജ് ആയിരുന്നു. എനിക്കറിയാം എൻ്റെ ഈ കണ്ടീഷൻസ് എല്ലാം കേട്ട് നീ ഒരുപാട് ദേഷ്യത്തിലാണെന്ന്. നിന്നിങ്ങനെ ഫോഴ്സ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ എൻ്റെ മുന്നിൽ മറ്റു വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വില്ലിൽ ഈ ചേഞ്ചസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ വൈഫായ സിരിയയ്ക്ക് അവൾക്ക് അവകാശപ്പെട്ട കാര്യം കിട്ടില്ലായിരുന്നു. എൻ്റെ മകനും എൻ്റെ പ്രോപ്പർട്ടീസ് ഒരിക്കലും കിട്ടില്ലായിരുന്നു. എൻ്റെ മകൻ്റെയും വൈഫിൻ്റെ ലൈഫ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നതെന്ന് പോപ്പ് തീയോട് പറയുന്നുണ്ട്. ഇവിടെ തീ സിരിയെ മാരി ചെയ്യണമെന്ന കാര്യം കേട്ട് ദാരിക ഒരുപാട് ഫ്രസ്ട്രേറ്റ് ആയിരുന്നു. അവൾ നുട്ടിനോട് ഒരുപാട് കംപ്ലൈൻറ്റ് ചെയ്യുന്നു. നുട്ട് ദാരികയെ പുഷ് ചെയ്യുന്നുണ്ട്. നീ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ചിന്തിക്കുന്നത്. എന്നെക്കുറിച്ച് നീ ചിന്തിക്കുന്ന പോലും ഇല്ലേ? ഞാൻ എൻ്റെ സ്വന്തം സിസ്റ്ററാണ്. എൻ്റെ ഹസ്ബൻഡ് എന്നെ ചീറ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ വില്ലിൽ എനിക്ക് വേണ്ടി ഒരു പ്രോപ്പർട്ടി പോലുമില്ല. മാത്രമല്ല, ഞാൻ അറിയാതെ അദ്ദേഹത്തിന് മറ്റൊരു വൈഫും കുട്ടിയും ഉണ്ടെന്നും ഞാൻ ഇന്ന് അറിഞ്ഞു. അപ്പോൾ നീ എന്നെ സപ്പോർട്ട് ചെയ്യാതെ നീ ഇപ്പോൾ തീയെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന് നുട്ട് അവളോട് ചോദിക്കുന്നുണ്ട്. തൻ്റെ തെറ്റ് ദാരിയയ്ക്ക് മനസ്സിലാകുന്നു. താനിപ്പോൾ ചിന്തിക്കേണ്ടത് തന്നെക്കുറിച്ചല്ലെന്നും നുട്ടിനെക്കുറിച്ചാണെന്നും അവൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. അവൾ വന്ന് നുട്ടിനെ ഹഗ് ചെയ്യുന്നു. നിന്നെ സപ്പോർട്ട് ചെയ്ത് ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ദാരിക നുട്ടിനോട് സോറി പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ തീയാണ് കാണിക്കുന്നത്. പോലീസ് ഓഫീസറായ അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോപ്പിൻ്റെ മരണത്തെക്കുറിച്ച് അവൻ ഡിസ്കസ് ചെയ്യാണ്. പോപ്പിൻ്റെ മരണം ഒരു സാധാരണ ആക്സിഡൻ്റ് അല്ലെന്നും ആരോ മനഃപൂർവ്വം അദ്ദേഹത്തെ കൊന്നയാണെന്നും ഓഫീസർ പറയുന്നുണ്ട്. ഇത് കേട്ട് തീ ഒരുപാട് ഷോക്കാകുന്നു. തൻ്റെ ബ്രദറായ പോപ്പിനെ കൊന്നിട്ട് ആർക്ക് എന്ത് ലാഭം കിട്ടാനാണെന്ന് അവൻ ആലോചിക്കുന്നുണ്ട്. അവൻ അപ്പോൾ പോപ്പിൻ്റെ വില്ലും ക്രിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നുണ്ട്.
സിരിയായിരിക്കും ഇതിന് പിന്നിൽ നിന്ന് അവൻ ഉറപ്പാകുന്നു. കാരണം പോപ്പ് മരിച്ചാൽ പ്രോഫിറ്റ് ഉള്ളത് സിരിയയ്ക്ക് മാത്രമാണ്. സോ അതുകൊണ്ട് പോപ്പിന്റെ കൊലപാതകത്തിന് പിന്നിൽ സിരിയായിരിക്കും എന്ന് അവൻ ഉറപ്പാകുന്നു. ഇതെല്ലാം ആലോചിച്ച് ദേഷ്യത്തിൽ അവൻ അവിടുന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ സീനയാണ് കാണിക്കുന്നത്. അവളൊരു ഷോപ്പിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ അവിടെ 2 ഗുണ്ടകൾ നിൽപ്പുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ സീനയുടെ പോലുള്ള സെയിം ഫോട്ടോയും. ഇവളെ കൊല്ലാനുള്ള കൊട്ടേഷനല്ലേ നമുക്ക് കിട്ടിയത്, ഇപ്പോൾ തന്നെ ഇവളെ തീർത്തിരിക്കാമെന്ന് പറഞ്ഞ് അവർ സീനയുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ടൊരു കത്തിയെടുത്ത് അവളെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സീന അത്രയ്ക്ക് ഈസി ടാർഗറ്റ് അല്ലായിരുന്നു. അവൾക്ക് ഫൈറ്റ് ചെയ്യാൻ അറിയാമായിരുന്നു. സോ അതുകൊണ്ട് ആ ഗുണ്ടകളുമായി അവൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ഗുണ്ടകൾ 2 പേരുണ്ട്. സീന ഒറ്റയ്ക്കും. കുറച്ചു നേരം ഫൈറ്റ് ചെയ്യുമ്പോഴേക്കും അവൾ ഒരുപാട് വീക്കാകുന്നു. ആ ഗുണ്ടകൾ അവളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ഹീറോ അവിടേക്ക് വരുന്നു. തീ വന്ന് ആ ഗുണ്ടകളുമായി ഫൈറ്റ് ചെയ്യുന്നു. എന്നിട്ടൊരു വിധത്തിൽ സീനയെ അവൻ്റെ വണ്ടിയിൽ കയറ്റിയിരുത്തി അവിടുന്ന് പോകുന്നുണ്ട്. ഗുണ്ടകൾ അവളെ ഫോളോ ചെയ്യുന്നു. ആ 2 ഗുണ്ടകൾ ആരാണ്? ഞാനിപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ അവർ ഉറപ്പായിട്ടും നിന്നെ കൊല്ലുമാരെന്നെല്ലാം തീ അവളോട് പറയുന്നുണ്ട്. എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എനിക്കറിയാം, എനിക്ക് നിന്റെ ഹെൽപ്പിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവൾ ദേഷ്യത്തിൽ ഫോഴ്സ് ചെയ്ത് അവൻ്റെ വണ്ടിയിൽ നടങ്ങുന്നു. അവൻ അവളുടെ പിറകെയും. നീ എന്താ ഈ ചെയ്യുന്നത്? ആ ഗുണ്ടകൾ നിന്റെ പിറകെയുണ്ട്. അവർ ഇനിയും വന്ന് നിന്നെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മിണ്ടാതെ വണ്ടിയിൽ കയറാൻ അവൻ അവളോട് പറയുന്നു. എൻ്റെ സേഫ്റ്റി നോക്കാൻ എനിക്കറിയാം, നീ വറിയേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവൾ ഒരു ടാക്സിയിൽ കയറി അവിടുന്ന് പോകുന്നു. ഇതെല്ലാം കണ്ടെത്തി ഇവളിത് എന്ത് പേഴ്സണാണ്, ഞാൻ ഇവളെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ട് അവസാനം ഇവൾ എന്നോട് ആർഗ്യൂ ചെയ്യാണെന്ന് പറഞ്ഞ് അവനും ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ സിരിയാണ് കാണിക്കുന്നത്. ഒരു ആക്സിഡൻറ്റ് കാരണം അവൾ പാരലൈസ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് അവൾക്ക് നടക്കാൻ പറ്റില്ല. വീൽ ചെയറിലാണ് അവൾ ഇരിക്കുന്നത്. ക്രിറ്റ് അവളുടെ അടുത്ത് വന്ന് പോപ്പിൻ്റെ വില്ലിനെ കുറിച്ച് പറയുന്നു. തൻ്റെ പകുതി പ്രോപ്പർട്ടി സിരിയയുടെയും അദ്ദേഹത്തിൻ്റെ മകൻ്റെയും പേരിലാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നതെന്നും മാരേജ് കണ്ടീഷനെ കുറിച്ചെല്ലാം ക്രിറ്റ് പറയുന്നുണ്ട്. പക്ഷേ ഈ മാരേജിന് സിരിയയ്ക്ക് സമ്മതമല്ലായിരുന്നു. നിന്റെ തീരുമാനം കറക്റ്റാണ്, ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് സീന അവിടേക്ക് വരുന്നു. പോപ്പിൻ്റെ ഫാമിലി ആളുകളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവർ നിന്നെ അപകടപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ഫാമിലിയിൽ നിന്ന് ഒരാളെ കല്യാണം കഴിച്ച് അവരുടെ കൂടെ താമസിക്കുക എന്ന് പറയുന്നത് ഒരുപാട് റിസ്ക്കാണ്, നിനക്കും നിന്റെ മകനും. അതുകൊണ്ട് നീ എന്നും എൻ്റെ കൂടെ താമസിക്കുന്നത് ബെറ്റർ എന്ന് സീന പറയുന്നു. ഇതിൻ്റെ പേരിൽ സീനയും സിരിയയും തമ്മിൽ ചെറുതായിട്ട് ഫൈറ്റ് നടക്കുന്നുണ്ട്. ക്രിട്ട് സീനയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. നീ സിരിയെ എന്തൊക്കെ പറഞ്ഞാലും ആ വീട്ടിലേക്ക് വിടണം. പോപ്പിൻ്റെ ഹാഫ് പ്രോപ്പർട്ടി സിരിയയ്ക്കും അവളുടെ മകന് അവകാശപ്പെട്ടതാണ്. ഈ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ഇവർക്ക് ഈ പ്രോപ്പർട്ടി കിട്ടുള്ളൂ. ഇത് കിട്ടിയാൽ ജീവിതകാലം മുഴുവൻ ഇവർക്ക് 2 പേർക്കും സുഖമായി ജീവിക്കാമെന്നും ക്രിട്ട് പറയുന്നു. എൻ്റെ സിസ്റ്ററിൻ്റെ കണ്ടീഷൻ ഓൾറെഡി ഇത്രയും മോശമാണ്. എന്തൊക്കെ വന്നാലും ആ ദുഷ്ടന്മാരുടെ അടുത്തേക്ക് ഞാൻ ഒരിക്കലും എൻ്റെ സിസ്റ്ററിനെ വിടില്ല എന്ന് സീന പറയുന്നു. ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ സീനയ്ക്ക് ഒരു ഐഡിയ തോന്നുന്നു. ഞാനും എൻ്റെ സിസ്റ്ററും കാണാൻ ഐഡൻറ്റിക്കലാണ്, ഒരു ചേഞ്ചും ഇല്ല, ആർക്കും മനസ്സിലാകുകയില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, എൻ്റെ സിസ്റ്ററിന് പകരം ആ വീട്ടിലേക്ക് ഞാൻ പോകാമെന്ന് സീന പറയുന്നു. ക്രിട്ടിനും ഈ ഐഡിയ ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം പോപ്പിൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആരും ഇതുവരെ സിരിയെ നേരിട്ട് കണ്ടിട്ടില്ല. സീനയെക്കുറിച്ച് ഇവർക്കാർക്കും അറിയയില്ല. സോ സിരിയയ്ക്ക് ഒരു ട്വിൻ സിസ്റ്റർ ഉണ്ടെന്ന് അറിയാത്തതുകൊണ്ട് ഈ ഓപ്ഷൻ സേഫ് ആയിരിക്കും എന്ന് ക്രിട്ടും പറയുന്നു. നെക്സ്റ്റ് സീനിൽ ഓഫീസാണ് കാണിക്കുന്നത്. അവിടെ ഒരു മീറ്റിംഗ് ആണ്. പോപ്പിൻ്റെ മദർ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനെയും ഡയറക്ടേഴ്സിനെയും എല്ലാം വിളിച്ച് മീറ്റിംഗ് നടത്തുന്നത്. പോപ്പിൻ്റെ മരണശേഷം ഈ ബിസിനസ് എല്ലാം നോക്കി നടത്തുന്നത് ഇനി തീയായിരിക്കും എന്ന് മദർ എല്ലാവരോടും പറയുന്നു. പക്ഷേ ഈ ഡിസിഷൻ കേട്ട് പോപ്പിൻ്റെ സിസ്റ്ററും അവരുടെ ഫാമിലിയും പോപ്പിൻ്റെ വൈഫും ഒന്നും ഹാപ്പി അല്ലായിരുന്നു. കാരണം ഇതിൽ അവർക്ക് അവകാശമുള്ളതല്ലേ. ഇത് കേട്ട് തീയെ ഷോക്ക് ആകുന്നുണ്ട്. കാരണം തനിക്കിതെല്ലാം കിട്ടുമെന്ന് അവനും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതേസമയം ഇവിടെ സിരിയുടെ സ്ഥാനത്ത് സീനയാണ് പോപ്പിൻ്റെ വീട്ടിലേക്ക് പോകാൻ പോകുന്നതെന്ന് എല്ലാവരും അറിയുന്നുണ്ട്. സീനയെക്കുറിച്ച് ആലോചിച്ച് എല്ലാവരും വറീഡാകുന്നു. അപ്പോൾ സീന അവളുടെ മാനേജറായ നോണിനെ വിളിച്ചു വരുത്തുന്നുണ്ട്. നിങ്ങളാരും ഒന്നും ആലോചിച്ച് അറിയേണ്ട ആവശ്യമില്ല. സീനയുടെ കൂടെ ആ വീട്ടിലേക്ക് ഞാനും പോകുന്നുണ്ട്.
ഞാൻ എപ്പോഴും അവളുടെ കൂടെ ഉണ്ടാകും, അവളെ പ്രൊട്ടക്റ്റ് ചെയ്യും, അവൾക്കൊന്നും സംഭവിക്കില്ല എന്ന് ഞാൻ എല്ലാവരും പ്രോമിസ് ചെയ്യുന്നു. നീ ചെയ്യാൻ പോകുന്നത് ഒരുപാട് റിസ്ക്കുള്ള കാര്യമാണ്, ഞാൻ ഒരിക്കലും ഇതിന് പെർമിഷൻ തരില്ല എന്ന് സിരി അവളോട് പറയുന്നു. നിങ്ങൾ ആരും ഒന്നും അറിയേണ്ട ആവശ്യമില്ല, സ്റ്റൺസ് ചെയ്യാൻ എനിക്ക് നന്നായിട്ടറിയാം, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റുമെന്ന് സീന അവരോട് എല്ലാവരോടും പറയുന്നു. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് തീയുടെ സിരിയെക്കുറിച്ച് മാക്സിമം ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതേസമയം ഇവിടെ സീന സിരിയെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പഠിക്കുന്നു. വീൽ ചെയറിൽ എങ്ങനെ ഇരിക്കണം എന്നും എങ്ങനെ ട്രാവൽ ചെയ്യണമെന്നും സിരിയെ പോലെ ഡ്രസ്സ് ചെയ്യുന്ന കാര്യവും ഹെയർ സ്റ്റൈലും എല്ലാം അവൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സീനയെ കണ്ടാൽ സിരിയെ പോലെ തന്നെയാണ്. നെക്സ്റ്റ് സീനിൽ നൈറ്റാണ് കാണിക്കുന്നത്. തീ അവൻ്റെ റൂമിലിരുന്ന് പഴയ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയായിരുന്നു. അവൻ ഒരുപാട് ഡിസ്റ്റർബായിരുന്നു. ഇനി ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. തീയുടെ കുട്ടിക്കാലത്ത് എന്തോ റീസൺ കാരണം അവൻ്റെ മദർ അവനെ ഉപേക്ഷിച്ച് പോവുകയാണ്. തീ അവൻ്റെ മദറിൻ്റെ ആ വണ്ടിയുടെ പിറകെ ഓടുന്നുണ്ട്. മദർ എന്നെ ഉപേക്ഷിച്ച് പോകരുതെന്ന് കരഞ്ഞുകൊണ്ട്. പക്ഷെ മദറാകട്ടെ അവനെ അവിടെ ആക്കിയിട്ട് പോകുന്നു. അവൻ അവിടെ ഇരുന്ന് കരയുമ്പോൾ പോപ്പ് അവൻ്റെ അടുത്തേക്ക് വരുന്നു, ഒരു ഏഞ്ചലിനെ പോലെ. നീ വറിയേണ്ട ആവശ്യമില്ല, ഇന്നു മുതൽ ഞാൻ നിന്റെ എൽഡർ ബ്രദറായിരിക്കും എന്ന് പോപ്പ് പറയുന്നു. ഈ സീനിൽ സീനയോടെ സിരിയെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിരിയുടെ ബോഡിയിൽ ഒരു മാർക്ക് സീന കാണുന്നുണ്ട്. അവൾ ഒരുപാട് ഇമോഷണലാകുന്നു. ഈ മാർക്ക് നിനക്കിപ്പോഴും പെയിൻ തരുന്നുണ്ടല്ലേ എന്ന് അവൾ പറയുന്നു. ഇതെല്ലാം കേട്ട് സിരി ഇമോഷണലാകുന്നു. അവൾ ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നുണ്ട്. ഒരു ദിവസം സിരി നടന്ന് വീട്ടിലേക്ക് വരുമ്പോൾ അവളെ ആരോ ഷൂട്ട് ചെയ്യുന്നു. അവൾ മരണത്തിൽ നിന്ന് ഒരു വിധത്തിലാണ് രക്ഷപ്പെടുന്നത്. അങ്ങനെയാണ് അവളുടെ ബോഡി പാരലൈസ് ആകുന്നത്. താൻ ഇങ്ങനെ ഹാൻഡിക്യാപ്പ് ആകാൻ കാരണമായ ആ ഇൻസിഡൻ്റ് ഓർത്ത് സിരിയ ഒരുപാട് കരയുന്നു. നീ ഒന്നുകൊണ്ടും അറിയേണ്ട ആവശ്യമില്ല, നിന്നെ ഹർട്ട് ചെയ്യാൻ ഞാൻ ഇനി ഒരിക്കലും ആരെയും സമ്മതിക്കില്ല. നിന്നെ ഹർട്ട് ചെയ്ത ആരാണെങ്കിലും ഞാൻ കണ്ടെത്തും, അവർക്ക് തക്കതായ ശിക്ഷ ഞാൻ വാങ്ങിക്കൊടുക്കുമെന്ന് സീന പ്രോമിസ് ചെയ്യുന്നുണ്ട്. തൻ്റെ സിസ്റ്ററിനെ കൊല്ലാൻ ശ്രമിച്ചത് ആരാണെങ്കിലും അയാൾ പോപ്പിൻ്റെ വീട്ടിലുള്ള ആളാണെന്ന് സീനയ്ക്ക് ഉറപ്പായിരുന്നു. ഇത് കണ്ടെത്താൻ കൂടിയാണ് അവൾ ആ വീട്ടിലേക്ക് പോകുന്നത്. നെക്സ്റ്റ് സീനിൽ ക്രിട്ട് സീനയുടെ വീട്ടിലേക്ക് വരുന്നു. നമുക്ക് പോകാൻ ടൈമായെന്ന് അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ നോക്കുമ്പോൾ 2 പേർ വീൽ ചെയറിലിരിക്കുന്നു. അവർ 2 പേരും ഒരേപോലെയാണ് ടേൺ ചെയ്യുന്നത്. ഇത് സീന ആരാണ് സിരി ആരാണ് തിരിച്ചറിയാൻ അവർക്ക് ആർക്കും പറ്റുന്നില്ല. കാരണം 2 പേരും തികച്ചും ഒരേപോലെയായിരുന്നു. ഈവൻ സീനയുടെ മകനായ കാവ് പോലും കുറച്ചു നേരത്തേക്ക് തൻ്റെ മദർ ആരാണെന്ന് കൺഫ്യൂസ് ആകുന്നുണ്ട്. ഇവിടെ തീയുടെ വീട്ടിൽ എല്ലാവരും സിരിയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ എത്തിയെന്ന് ഒരു സെർവൻ്റ് വന്ന് പറയുന്നുണ്ട്. ക്രിട്ട് അവിടേക്ക് വരുന്നു. ഞാൻ സിരിയെയും കൂട്ടിയാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് സിരിയെ എല്ലാവരെയും കാണിക്കുന്നുണ്ട്. ഇവളെ കണ്ട് എല്ലാവരും ഷോക്കാകുന്നു, പ്രത്യേകിച്ച് തീ. കാരണം കുറച്ച് ദിവസം മുന്നേ താൻ ഈ ഗേളിനെ കണ്ടയാണ്. ഇവൾ ഇത്ര പെട്ടെന്ന് എങ്ങനെ ഡിസേബിളായി? അന്ന് ഇവൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നെല്ലാം തീ മനസ്സിൽ ആലോചിക്കുന്നു. തൻ്റെ ഹസ്ബൻഡിൻ്റെ സീക്രട്ട് വൈഫിനെ മകനെ കണ്ട് ഞൊട്ട് ഒരുപാട് ഷോക്കാകുന്നുണ്ട്. ഇവിടെ സീന സിരിയായിട്ട് തീയുടെ വീട്ടിൽ എൻട്രി ചെയ്യുന്നു. സോ ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് തീരുന്നു. നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടമായെങ്കിലും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.